വിശദമായ വാർത്തയിലേക്കാണ്. ഇന്ന് മെയ് ദിനം, ലോക തൊഴിലാളി വർഗത്തിന്റെ അഭിമാന ദിനം. ലോക തൊഴിലാളി ദിനമായി മെയ് 1 ആചരിക്കപ്പെട്ടു തുടങ്ങിയത് 1890 മുതലാണ്. 1957 മുതലാണ് കേരളത്തിൽ തൊഴിലാളി ദിനം ആചരിച്ചു തുടങ്ങുന്നത്. വിഷ്ണു വിനോദമുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്നാലും ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. കഷ്ടപ്പെടുന്നവന്റെയും അതുപോലെ തന്നെ വിയർപ്പൊഴുക്കുന്നവന്റെയും ഒരു ദിനം. കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക തൊഴിലാളികളുടെ ഒരു അഭിമാന ദിനമാണ് ഇന്ന് മെയ് 1 എന്ന് പറയുന്നത്. തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഇന്നത്തെ കാലഘട്ടത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ തൊഴിലാളികളെന്ന് വിളിക്കാനേ സാധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു തൊഴിലാളികൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. 2026 തൊഴിലാളികൾ അനുഭവിക്കുന്ന പല ഗുണങ്ങളും അല്ലെങ്കിൽ പല അവകാശങ്ങളും അന്നത്തെ തൊഴിലാളികൾ സമരം ചെയ്തും അവരുടെ ത്യാഗത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നേടിയെടുത്ത ഒരു കാര്യമാണ്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 1886 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന റാലിയെ തുടർന്നാണ് ഈ ഒരു മെയ് ദിനം, മെയ് 1 എന്നുള്ള ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ തൊഴിലാളികൾ അവരുടെ അവകാശത്തിലേക്ക് അവർ എത്തി നിൽക്കുന്നത്. 1886 ഷിക്കാഗോയിൽ നടന്ന ആ ഒരു പ്രതിഷേധ റാലിക്ക് നേരെ അവിചാരിതമായി കടന്നു വന്ന ഒരാൾ ബോംബെറിയുന്നൊരു നിലയുണ്ടായി. ആ ബോംബേറിൽ ഒരുപാട് തൊഴിലാളികളും ഒരുപാട് പോലീസുകാരും മരണപ്പെടുന്ന ഒരു നില, ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്ന നിലയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായി വിചാരണ കോടതിയിൽ തൊഴിലാളി നേതാക്കളെ കുറേ പേരെ ശിക്ഷിക്കുകയും കുറേ പേരെ തൂക്കിലേറ്റുന്ന നിലയും എല്ലാം ഉണ്ടായതാണ്. അതിൻ്റെ ഭാഗമായി 1889 ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ഇന്ന് നമ്മളുടെ 100ഓളം വരുന്ന രാജ്യങ്ങൾക്കകത്ത് മെയ് 1 തൊഴിലാളി ദിനം ആയി ആചരിക്കപ്പെടുകയാണ്. നമ്മളുടെ കേരളത്തിനകത്ത് 1957 മുതലാണ് തൊഴിലാളി ദിനം ആചരിക്കാൻ വേണ്ടി തുടങ്ങിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും സമരങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ മെയ് 1 എന്ന് പറയുന്നത്. തൊഴിലാളികൾ അവകാശബോധത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു ദിവസമാണ് മെയ് 1 എന്ന് പറയുന്നത്. ഇന്നാണെങ്കിലും നമ്മളുടെ കേരളത്തിനകത്താണെങ്കിൽ ഉൾപ്പെടെ രാവിലെയോടെ തന്നെ വിവിധ ഭാഗങ്ങളിലായിട്ട് മെയ് 1നോടനുബന്ധിച്ചുള്ള പ്രചരണ റാലികളും അതിനോടനുബന്ധിച്ചുള്ള പൊതുപരിപാടികളും സമ്മേളനങ്ങളും എല്ലാം വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതെല്ലാം നമുക്കിനി കാണുവാൻ വേണ്ടി സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സമരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെയാണ് മെയ് 1 തൊഴിലാളി ദിനം നമ്മൾ വീണ്ടും ആചരിക്കുന്ന ഒരു നിലയുണ്ടാകുന്നത്. കാർത്തു, ശരി, അതുതന്നെയാണ്. വർഗബോധവും ആത്മാഭിമാനവും ഉള്ളവരായി ലോകത്തെ തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന അല്ലെങ്കിൽ അത് ഉണർത്തുന്ന ഒരു ദിവസമാണ് കടന്നു പോകുന്ന ഓരോ മെയ് ദിനം എന്ന് പറയുന്നതും. തൊഴിലവകാശങ്ങൾ നേടുന്നതിനപ്പുറം കർഷകർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുമായി കൈകോർത്ത് പുത്തനൊരു ഉണർവിലേക്ക് സംഘടിതമായ ഒരു തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേറ്റ് അതിൻ്റെ പോരാട്ടങ്ങളുടെ കഥകൾ പറയുന്നതാണ് ഓരോ മെയ് 1 മെയ് ദിനം എന്ന് ആചരിക്കുന്നത്. പുറമെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു അഭിമാന ദിനമായി കാണുന്ന ഒരു ദിനം കൂടിയാണെന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.